ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വചനം വായിക്കാം. തൻ്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിലാണ് ബുദ്ധിമാൻ്റെ വിവേകം. ഇത് സുഭാഷിത പുസ്തകം വായനയാണ്. 14-ാം അധ്യായം 8-ാം തിരുവചനം. എന്താ വചനം പറയുന്നത് നമുക്ക് നോക്കിയാലോ. ആത്മീയ വിവേകമുള്ള ഒരുവൻ്റെ ചിന്തയും സംസാരവും പ്രവൃത്തിയും പുറത്തു വരുന്നത് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടായതിനാൽ അവ ഒരിക്കലും ആരെയും മുറിപ്പെടുത്തുകയോ അസമാധാനം സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ല. വ്യക്തിതലത്തിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ആത്മീയ വിവേകമില്ലാത്ത ഇടപെടലുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ആത്മീയ വിവേകമാണ് ഒരുവനെ സ്വർഗം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നത്. ആത്മീയ വിവേകം പ്രാപിക്കണമെങ്കിൽ നിരന്തരം പ്രാർത്ഥിക്കുകയും അനുദിന ജീവിതത്തിൽ യേശുവിനോട് ആലോചന ചോദിച്ച് വിവേകം പരിശീലിക്കുകയും വേണം. ആത്മാവിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും ഉപകരിക്കാത്തവ വേണ്ടെന്ന് വയ്ക്കാനുള്ള ഉറച്ച തീരുമാനം എടുക്കുകയും വേണം. വചനം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.